Hi guys, welcome back to kopyknight. I am Abhijit. In this video, we will talk about Bosch brand angle grinder. GWS 600 professional angle grinder in this video. Now, this unboxing we did one month ago. This is a detailed review. Now, we will unbox it. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് നമ്മുടെ ആംഗിൾ ഗ്രൈൻഡർ എത്തിയിരിക്കുന്നത്. അപ്പോൾ പുറത്ത് നോക്കുമ്പോൾ ഒരു ബില്ലിങ്ങിൻ്റെ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റുന്നത്. വേറെ കാര്യങ്ങളൊന്നും ബോക്സിലില്ല. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഫ്ലിപ്കാർട്ടിൽ അപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഒരു ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പോയി വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് ബോഷിൻ്റെ ഒറിജിനൽ പാക്കിങ്ങോട് കൂടിയ നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ബോക്സാണ്. അപ്പോൾ ഇവിടെ ബോഷിൻ്റെ എംബ്ലവും അതേപോലെ QR കോഡും സീലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ QR കോഡിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ ഇത് ഒറിജിനൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്കൊരു 50 റുപ്പീസ് ക്യാഷ് ബാക്ക് കിട്ടുന്ന തരത്തിൽ ബോഷിൻ്റെ ഗ്യാരണ്ടി അല്ലെങ്കിൽ വാറണ്ടി ക്ലെയിം ചെയ്യുന്നൊരു ആപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അവിടെ പോയാൽ നിങ്ങൾക്ക് QR കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് സ്കാൻ ചെയ്താൽ 50 റുപ്പീസ് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നമ്മുടെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ മാത്രമല്ല വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനും നമുക്ക് അതിലൂടെ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ബോക്സിൽ വരുന്നത്. ഇന്ന് നമുക്ക് ഈ ബോക്സ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഈ ബോഷിൻ്റെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ബോക്സിൽ നിന്നും നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്നത് ഓക്സിലറി ഹാൻഡിൽ എന്ന് പറയുന്ന മെഷീൻ പാർട്ടാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ മെഷീൻ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓക്സിലറി ഹാൻഡിലാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ഇത് പ്ലാസ്റ്റിക് മെയ്ഡാണ്. പക്ഷേ പ്ലാസ്റ്റിക് ആണെന്ന് വെച്ചിട്ട് അതിന് റിജിഡിറ്റി ഇല്ലയെന്ന് വിചാരിക്കരുത്. നല്ല റിജിഡാണ്. അതുപോലെ ഹോളോ ആണ്. പിന്നെ നമുക്കവിടെ ഒരു ഇതിൻ്റെ ഹെഡിൽ ഒരു ബോൾട്ടിൻ്റെ സ്റ്റെമ്മും കാണാൻ പറ്റും. സ്ക്രൂ ത്രെഡോട് കൂടിയ ഒരു ബോൾട്ടിൻ്റെ സ്റ്റെമ്മും കാണാൻ പറ്റും. ഇത് മെഷീനിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഓക്സിലറി ഹാൻഡിൽ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ സ്പാനറിൻ്റെ ഫുൾ എക്സ്പാൻഷൻ നെയിം പറയുകയാണെങ്കിൽ ഫ്ലാഞ്ച് സ്പാനർ റെഞ്ച് എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. കീ റെഞ്ച് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ കീ റെഞ്ച് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കട്ടിംഗ് വീലായാലും അതുപോലെ ഗ്രൈൻഡിങ് വീലായാലും ഈ മെഷീനിൽ അറ്റാച്ച് ചെയ്യുന്നത്. അത് കണക്ട് ചെയ്തിട്ട് സ്റ്റിഫായിട്ട് നമ്മളുടെ ഫ്ലാഞ്ച് നട്ട്സിൻ്റെ ഇടയിൽ ഈ വീൽ അറ്റാച്ച് ചെയ്യുന്നത് ഈ കീ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ കീ റെഞ്ച് ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലാഞ്ച് നട്ട്സ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മൈൽഡ് സ്റ്റീൽ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന് അത്രയും റിജിഡിറ്റിയും ടഫ്നെസ് ഒക്കെ കിട്ടും. കാരണം ഹൈ പവറാണ് ഈ സ്പിൻഡിൽ നിന്നും ഇതിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ ഈ ഫ്ലാഞ്ച് നട്ട്സിൽ നമ്മൾ ബ്ലാക്ക് കളറിൽ കാണുന്ന നട്ട്സാണ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുക. അതിന് ശേഷമാണ് സിൽവർ കളറിൽ കാണുന്ന രണ്ടാമത്തെ ഫ്ലാഞ്ച് നട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിരിക്കും നമ്മുടെ കട്ടിംഗ് വീലോ ഗ്രൈൻഡിങ് വീലോ അറ്റാച്ച് ചെയ്യുക. അടുത്തത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് വീൽ ഗാർഡ്. ഈ വീൽ ഗാർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഒരു സേഫ്റ്റി ഷീൽഡായിട്ടാണ് ഇത് മെഷീൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വീൽ ഗാർഡും അതേപോലെ ഹാൻഡിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമ്മളിത് ഈ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളൂ. പലരും ഇത് ഉപയോഗിക്കാതെ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് ഉണ്ടായാലും നിങ്ങൾ വിചാരിക്കാത്തേക്കാളും കൂടുതൽ ഡാമേജ് നമ്മുടെ ബോഡിക്ക് ആയാലും അതേപോലെ നമ്മളുടെ വർക്കിംഗ് പ്ലേസിലായാലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ബോക്സിൽ വരുന്നത് ഈ മെഷീൻ്റെ കാറ്റലോഗും അതേപോലെ വാറണ്ടി സ്ലിപ്പുമാണ്. അപ്പോൾ കാറ്റലോഗിൽ നമുക്ക് വലിയ പിക്ചേഴ്സും അതേപോലെ അതിൻ്റെ ട്യൂട്ടോറിയലൊക്കെ എങ്ങനെയാണ് ഓരോ പാർട്സും മെഷീനിൽ അറ്റാച്ച് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കണക്ട് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ട്യൂട്ടോറിയലാണ് ഓരോ പിക്ചർ വോയിസ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഓരോ പാർട്സും ഈ മെഷീനിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാണുന്ന പാർട്സൊക്കെയാണ് നമ്മളുടെ ഈ മെഷീനോടൊപ്പം വന്നിരിക്കുന്നത്. അപ്പോൾ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ഉപയോഗം കാണിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഓരോ പാർട്സിൻ്റെയും ഫങ്ഷൻ ഞാനിത് സെപ്പറേറ്റ് കാണിച്ചു തരാം. അതിനു വേണ്ടി നമുക്ക് ഓരോ പാർട്ടായിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ആദ്യം നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് വീൽ ഗാർഡാണ്. വീൽ ഗാർഡിന് അവിടെ ഒരു അഡ്ജസ്റ്റബിൾ സ്ക്രൂ കാണാൻ പറ്റും. അപ്പോൾ ഈ അഡ്ജസ്റ്റബിൾ സ്ക്രൂ നമ്മൾ അൺസ്ക്രൂ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഈ മെഷീനിലേക്ക് ഈ വീൽ ഗാർഡ് അറ്റാച്ച് ചെയ്യുന്നത്. അത് നമ്മളുടെ ഡിസൈർഡ് പൊസിഷനിൽ നമ്മളിപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ ആ ഒരു രീതിക്കുള്ള പൊസിഷനിൽ വെച്ചതിന് ശേഷം മാത്രമേ അത് സ്ക്രൂ ചെയ്യാൻ പാടുള്ളൂ. സ്ക്രൂ ചെയ്യുമ്പോൾ നല്ല ടൈറ്റിൽ സ്ക്രൂ ചെയ്യുക. അത് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. കാരണം വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്ന ഒരു മെഷീനാണിത്.
അതുകൊണ്ട് തന്നെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ ഓരോ പാർട്സും അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വീൽ ഗാർഡ് തന്നെ അറ്റാച്ച് ചെയ്യാം. വീൽ ഗാർഡ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി വീൽ അറ്റാച്ച് ചെയ്യാൻ പോവാണ്. വീൽ അറ്റാച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കണ്ട 2 ഫ്ലാഞ്ച് നട്ടിൽ ബ്ലാക്ക് ഫ്ലാഞ്ച് നട്ടാണ് നമ്മൾ ആദ്യം ഇടുന്നത്. വീലിൻ്റെ ഇന്നർ ഡയാമീറ്റർ അനുസരിച്ചാണ് ഫ്ലാഞ്ച് നട്ട് തിരിച്ചാണോ മറിച്ചാണോ ഇടുന്നതെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ടൈല് കട്ട് ചെയ്യുന്ന ഒരു ഡയമണ്ട് കോട്ടഡ് വീലാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ആ ഫ്ലാഞ്ച് നട്ട് ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സിൽവർ ഫ്ലാഞ്ച് നട്ട് ഇട്ടു. പിന്നെ കീ റെഞ്ച് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കുക. തിരിച്ച് നോക്കുമ്പോൾ ആ ഫ്ലാഞ്ച് നട്ടും കറങ്ങും, അതോടൊപ്പം തന്നെ ആ വീലും കറങ്ങും. അതിനർത്ഥം ഇത് ലോക്ക് ആയിട്ടില്ല എന്നാണ്. അപ്പോൾ ഈ ലോക്കിംഗ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മെഷീൻ്റെ ബാക്കിലേക്ക് ഒന്ന് പോയാൽ നമുക്ക് അവിടെ ഒരു സ്പിൻഡിൽ ലോക്ക് മെക്കാനിസം കാണാൻ പറ്റും. ഒരു ചെറിയൊരു സ്പ്രിംഗ് ലോഡഡ് സ്വിച്ച്. ഈ സ്വിച്ച് അമർത്തി പിടിച്ചുകൊണ്ട് നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ കീ റെഞ്ച് ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ഈ വീല് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്താൽ അത് ലോക്കായിരിക്കും. ലോക്കായാലും ജസ്റ്റ് ഒരു പിടുത്തം അവിടെ ഫീൽ ചെയ്യും. അതാണ് ലോക്കായി എന്നുള്ളതിൻ്റെ പ്രൂഫ്. ഇനി നമുക്കിത് അൺലോക്ക് ചെയ്യണമെങ്കിൽ സെയിം മെക്കാനിസം തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി. ആ സ്പിൻഡിൽ ലോക്ക് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് കൈ കൊണ്ടോ അല്ലെങ്കിൽ റെഞ്ച് ഉപയോഗിച്ചുകൊണ്ടോ ആൻറ്റി ക്ലോക്ക് വൈസ് നമ്മൾ ആ വീല് റൊട്ടേറ്റ് ചെയ്താൽ മതി. ചില ഘട്ടങ്ങളിൽ നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ ബ്ലേഡ് ചിലപ്പോൾ ബ്രേക്കായി പോവും. അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സാധാരണ രീതിയിൽ അത്തരം സിറ്റുവേഷനിലാണ് ഈ കീ റെഞ്ച് ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു 6 ഫീറ്റ് ലെങ്ത്തോട് കൂടിയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് കേബിളാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ പ്ലഗ് ടൈപ്പ് നോക്കുകയാണെങ്കിൽ 2 പിന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ വീൽ ഗാർഡും വീലും ഒക്കെ അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഓക്സിലറി ഹാൻഡിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഓക്സിലറി ഹാൻഡിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി മെഷീൻ്റെ ഹെഡിൽ നമുക്ക് 2 സ്ക്രൂ ഹോൾസ് കാണാൻ പറ്റും 2 സൈഡിലായിട്ട്. അപ്പോൾ അത് ഏതെങ്കിലും നിങ്ങൾക്ക് അത് അറ്റാച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ അത് പ്രോപ്പറായിട്ട് 90 ഡിഗ്രിയിലല്ല വരുന്നത്. ഒരു ഡൈവേർജൻ്റ് ആയിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രിയേക്കാളും കൂടുതലാണ് ഈ ഓക്സിലറി ഹാൻഡിലിൻ്റെ ഒരു ആംഗിൾ വരുന്നത്. അതാണ് കുറച്ചും കൂടി കംഫർട്ട് നൽകുന്നത്. പിടിക്കാനൊക്കെ നല്ല ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു ഡൈവേർജിങ് ആംഗിൾ കൊടുത്തുകൊണ്ടാണ്. പിന്നെ ഈ മെഷീൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിൽ റേറ്റഡ് സ്പീഡായിട്ട് വരുന്നത് നോ ലോഡ് കണ്ടീഷനിൽ 11,000 RPM ആണ് വരുന്നത്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 670 വാട്ട്സ് ആണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള 220 വാട്ട്സും അതേപോലെ 60 ഹെർട്സ് ഫ്രീക്വൻസിയും 3 ആംപിയർ കറണ്ടുമാണ് വരുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് GWS 600 എന്നാണ്. ഇതൊരു മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒരു ഓവർലോക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ബാർകോഡ് കാണാൻ പറ്റും. ഈ ബാർകോഡ് സ്കാൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്യാഷ് ബാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പിൽ പോയാൽ നിങ്ങൾക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ ക്യാഷ് ബാക്ക് ഒരു 50 റുപ്പീസ് കിട്ടുകയും ചെയ്യും. പിന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന മെഷീൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹെഡ് കാണാൻ പറ്റും. ഒരു കാർബൈഡ് ഹെഡാണ്. കാർബൈഡ് മെറ്റീരിയൽ കൊണ്ടാണ് ഈ ഹെഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഈ മെറ്റീരിയൽ കേപ്പബിൾ ആണ്. ഹെഡിൽ നമുക്ക് കുറച്ച് എയർ വെന്റ് ഹോൾസ് കാണാൻ പറ്റും. അത് കൂളിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അതായത് വർക്ക് ചെയ്യുമ്പോൾ ഇതിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് പുറന്തള്ളപ്പെടാനും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള വർക്ക് ഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയാണ് ഹെഡിൽ എയർ വെന്റ് ഹോൾസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ 2 സ്ക്രൂ ഹോൾസ്, സ്പിൻഡിൽ കണക്ട് ചെയ്യാനുള്ള സ്ക്രൂ ഹോൾസ് കാണാൻ പറ്റും. പിന്നെ നമുക്ക് താഴോട്ട് വന്നാൽ ഇതിൻ്റെ ബോഡിയിലേക്ക് വന്നാൽ ഹെഡിനോട് ചേർന്ന് നമുക്കൊരു സ്പ്രിംഗ് ലോഡഡ് ക്വിക്ക് റിലീസ് സ്വിച്ച് കാണാൻ പറ്റും. ഈ സ്വിച്ചിൻ്റെ പ്രധാന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അമർത്തി പിടിച്ചുകൊണ്ട് നമുക്കിത് ഓൺ കണ്ടീഷനിലേക്ക് മാറ്റാനും അതുപോലെ റിലീസ് ചെയ്താൽ ഇത് ഓഫ് കണ്ടീഷനിലേക്ക് ഓട്ടോമാറ്റിക്കലി വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് ക്വിക്ക് റിലീസ് ആയിട്ടുള്ള ഒരു മെക്കാനിസം അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കിത് പ്രസ് ചെയ്ത് ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചാൽ മെഷീൻ ഓൺ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ടാപ്പ് ചെയ്താൽ അത് ഓഫായി പോകും. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേറ്റും കൂടി ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സ്വിച്ചിൻ്റെ ഒരു പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതൊരു സേഫ്റ്റി പരമായിട്ട് നമുക്ക് കുറച്ചും കൂടി മറ്റ് ആംഗിൾ ഗ്രൈൻഡേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്വിച്ചാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അറിയാൻ പറ്റും ഇത് ഹെഡിനോട് ചേർന്നാണ് ഈ സംഭവം വെച്ചിരിക്കുന്നത്. നമ്മൾ പിടിക്കുന്ന മെഷീൻ ഹാൻഡിൽ ചെയ്യുമ്പോഴും ഈ സ്വിച്ചിൻ്റെ ആ ഭാഗത്തൊക്കെ ആയിരിക്കും നമ്മുടെ കൈ വരിക. അപ്പോൾ എന്തെങ്കിലും ആക്സിഡൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇത് ഓഫ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഡീമെറിറ്റ്സും ഒരു രീതിയിൽ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ PVC പോലുള്ള മെറ്റീരിയൽസൊക്കെ ഗ്രൈൻഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഫൈനായുള്ള പൗഡർ ആയിരിക്കും അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക, കട്ട് ചെയ്യുമ്പോഴായാലും ഗ്രൈൻഡ് ചെയ്യുമ്പോഴായാലും.
അപ്പോൾ ഈ ഫൈനായുള്ള പൗഡർ നമ്മുടെ ഈ സ്വിച്ചിൻ്റെ ഒരു ഹോള് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ കൂടെ മെഷീനിലകത്തേക്ക് പ്രവേശിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൽ ഹെവി ഡ്യൂട്ടി വർക്ക്സ് ഒക്കെ എടുക്കുമ്പോൾ നല്ല വൈബ്രേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ടൈലൊക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല വൈബ്രേഷൻസ് വരും. അപ്പോൾ അത്തരം കേസസിൽ ഈ സ്വിച്ച് ഞാൻ പറഞ്ഞു സ്പ്രിംഗ് ലോഡഡ് ആണ്. അപ്പോൾ ഈ വൈബ്രേഷൻസ് ഈ സ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതോടൊപ്പം തന്നെ ഈ മെഷീൻ ഓൺ ആയിരിക്കുന്ന പൊസിഷനിൽ നിന്നും ഓട്ടോമാറ്റിക്കലി ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. കൂടാതെ നമ്മുടെ ഹാൻഡും ഈ ഒരു പൊസിഷനിലാണ് പിടിക്കുന്നതുകൊണ്ടും നമ്മുടെ കൈ തട്ടിയും പെട്ടെന്ന് ഇത് ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു 2 ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ മാർക്കറ്റിലുള്ള മറ്റു ബ്രാൻഡ്സിൻ്റെ ഇപ്പോൾ ഡിവാൾട്ട് പോലുള്ള കമ്പനീസിൻ്റെയൊക്കെ ആംഗിൾ ഗ്രൈൻഡേഴ്സ് എടുത്ത് നോക്കിയാൽ അതിൻ്റെ ടെയിൽ എൻഡ് പോർഷനിൽ ഒരു ട്യൂഗിൾ സ്വിച്ച് ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ ഈ ട്യൂഗിൾ സ്വിച്ചിൽ ഓൺ ഓഫ് എന്ന ഒരു ഫംഗ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കാനുള്ള ഫംഗ്ഷൻ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ സേഫ്റ്റി പരമായിട്ട് അത് കുറച്ച് താഴെയാണ് നിൽക്കുന്നത്. കാരണം നമുക്കത് പെട്ടെന്ന് ഓഫ് ചെയ്യാനുള്ള ഒരു ഈസിനെസ് കിട്ടില്ല. ആ കൈ നമുക്ക് അവിടെ കൊണ്ടുവരാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് ആക്സിഡൻറ്റ്സ് നടക്കുന്ന ആ സിറ്റുവേഷനിലാണ്. അല്ലാത്ത പക്ഷമൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ സ്വിച്ചിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ ഹെഡ് നമുക്ക് അൺസ്ക്രൂ ചെയ്തിട്ട് സ്പിൻഡിലിന് കുറച്ച് ഗ്രീസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് മെയിൻ്റനൻസിൽ വരുന്നത്. അതാണ് ഹെഡിൻ്റെ പാർട്ട് വരുന്നത്. പിന്നെ വരികയാണെങ്കിൽ എന്തെങ്കിലും പൗഡറും കാര്യങ്ങളൊക്കെ കയറിപ്പോയാൽ അതിൻ്റെ മോട്ടറിന് കുറച്ച് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇവിടെ ഒരു ടെയിൽ എൻഡിൽ ഒരു സ്ക്രൂ കാണാൻ പറ്റും. ഈ സ്ക്രൂ അൺസ്ക്രൂ ചെയ്താൽ ഈ ടെയിൽ എൻഡിൻ്റെ ഈ പോർഷൻ നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ചെറിയ ബ്രഷ് ഉപയോഗിച്ചിട്ടുണ്ട് ആ പൗഡറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാവുന്നുള്ളൂ. അതുപോലെ തന്നെ മെഷീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് പുറത്ത് തള്ളപ്പെടാനായിട്ട് ഇവിടെ വെൻറ്റ് ഹോൾസും വെൻറ്റ് ഗ്രിഡ്സും കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ മെഷീൻ്റെ ഒരു ഓവർലുക്കും ഫീച്ചേഴ്സൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ് ഞാനൊന്ന് ജസ്റ്റ് വീഡിയോയിലൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ആംഗിൾ ഗ്രൈൻഡറിൻ്റെ എല്ലാ ഫീച്ചേഴ്സും അതുപോലെ ഇൻസ്റ്റാളേഷൻ മെത്തേഡ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം. വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വർക്കിംഗ് കണ്ടീഷനിൽ ഏതൊരു മെഷീൻ ടൂൾസ് ഉപയോഗിക്കുമ്പോഴും സേഫ്റ്റിയാണ് മുഖ്യ പ്രയോറിറ്റി. അപ്പോൾ ഒരു ഫേസ് ഷീൽഡോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ ഉപയോഗിക്കുക. പിന്നെ പ്രോപ്പറായിട്ടുള്ള ഗ്ലൗസ് ഉപയോഗിക്കുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഒരു ആംഗിളിൻ്റെ പീസാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തും കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു ഓപ്പറേഷനും അതിൻ്റെ ആ മെഷീൻ ഉപയോഗിക്കുമ്പോൾ ഒരു ഈസിനെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗോൾഡൻ ബുള്ളറ്റിൻ്റെ ഒരു വീലാണ് ഉപയോഗിക്കുന്നത്. ഒരു സാൻഡ് പേപ്പർ കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു വീലാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1mm ഒരു വീലാണ് വരുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സേഫ്റ്റി മെഷേഴ്സൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞത്. ഗ്രൈൻഡിങ്ങിന് അത്രയും പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ മെഷീൻ്റെ പ്ലഗ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്വിച്ച് ഓഫ് പൊസിഷനിലാണോ എന്ന് ചെക്ക് ചെയ്യുക. അത് ഓൾവേസ് ചെക്ക് ചെയ്യുക. കാരണം ഇത് ജസ്റ്റ് ഓൺ പൊസിഷനിൽ ഇരുന്നാൽ പോലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഓഫ് പൊസിഷനിലാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പ്ലഗ് ഓൺ ചെയ്യാം. ഇനി നമുക്ക് ഈ വീൽ ഇതിൽ അറ്റാച്ച് ചെയ്യാം. വീൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ടിങ് കൊടുക്കാം. അതിന് മുമ്പ് ഓപ്പോസിഷനിലാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം പ്ലഗ് ഓൺ ചെയ്യുക. അപ്പോൾ ഈ വീൽ കൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം.
അപ്പോൾ ഒരു മാസം ഉപയോഗിച്ചതിന് ശേഷമുള്ള ഒരു റിവ്യൂ എന്ന രീതിക്ക് പറയാനൊന്നുമില്ല. പക്ഷേ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ പറയാം. എനിക്കൊരു ചെറിയ ഡ്രോബാക്ക് ആയത് തോന്നിയത് ഇതിൻ്റെ സ്വിച്ചിൻ്റെ കാര്യമാണ്. നമ്മളിപ്പോൾ വലിയൊരു ഹെവി ഡ്യൂട്ടി ഗ്രൈൻഡിങ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് പറയുകയാണെങ്കിൽ ഈ ടൈലിൻ്റെ ഒക്കെ കട്ടിങ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഗ്രൈൻഡിങ് ചെയ്യുകയാണെങ്കിൽ, എഡ്ജൊക്കെ ഒന്ന് ചാംഫർ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ വൈബ്രേഷൻ ഇതിലേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. വൈബ്രേഷൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്പ്രിംഗ് ലോഡഡ് ആണ് ഈ സ്വിച്ചിൻ്റെ മെക്കാനിസം. അപ്പോൾ ആ വൈബ്രേഷൻ സ്പ്രിങ്ങിലേക്ക് ട്രാൻസ്ഫർ ആവും. അതോടൊപ്പം തന്നെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല നമ്മുടെ കൈ കൊണ്ട് ഇടയ്ക്കും അത് നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മാത്രമേ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് പറയാനുള്ളൂ. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആണ്. ഹെവി ഡ്യൂട്ടി വർക്സിനൊന്നും ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. ഹോംലി ആയിട്ട് എന്തെങ്കിലും ഒരു വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. നല്ല ബ്രാൻഡാണ്. ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. പിന്നെ എക്സ്റ്റൻഡ് വാറണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ പാർട്സ്, ഓരോ പാർട്സും നമുക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. വേറെ ഏതെങ്കിലും ഗ്രൈൻഡറൊക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പാർട്സ് തേടി പോകേണ്ട വരും. അപ്പോൾ സർവീസിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്, പക്കയാണ്. പിന്നെ നമുക്ക് നല്ല രീതിയിൽ കംഫർട്ടും നൽകുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ആണ്, അധികം ഭാരമൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ യൂസ് ചെയ്യുമ്പോൾ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് പണി കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാൻ, പേഴ്സണലായിട്ട് ചോദിക്കണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ട്വിറ്ററിലോ ഫേസ്ബുക്കിലോ ചോദിക്കാവുന്നതാണ്. എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒരു ചെറിയ ബ്രേക്ക്.